25 വർഷം പഴക്കമുള്ള ഒരു വീട് റിനോവേഷൻ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടാണ് കോഴിക്കോട് ചാത്തമംഗലത്തുള്ള ഒരു ക്ലയൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. കുറച്ചധികം പഴക്കമുള്ളത് കൊണ്ട് തന്നെ റിനോവേഷൻ പോസിബിൾ ആണോ, അല്ലെങ്കിൽ ആ വീട് പൂർണ്ണമായും പൊളിച്ച് പുതിയ വീട് വെക്കണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അവരുള്ളത്. നമ്മളെന്തായാലും സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. റിനോവേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിലവിലുള്ള ബിൽഡിംഗ് സ്ട്രക്ചറലി സ്റ്റേബിൾഡ് ആണോ എന്ന് പരിശോധിക്കണം. നമ്മൾ പരിശോധിച്ച സമയത്ത് ബിൽഡിംഗ് ഒക്കെ ഫിറ്റാണ്. അങ്ങനെ റിനോവേഷൻ ചെയ്യാനുള്ള ആദ്യ കടമ്പ കടന്നു. പിന്നീട് നമ്മൾ നോക്കിയ സമയത്ത് ഇവർ ഒരു 25 വർഷം എന്നുള്ളത് വലിയൊരു പീരീഡാണ്. ഈ വലിയൊരു കാലയളവിൽ ഇവരവിടെ താമസിച്ചത് കൊണ്ട് തന്നെ ആ വീടുമായിട്ട് ഇവർക്കൊരു മെൻ്റലി അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ വീട് റിനോവേഷൻ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ റിനോവേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ക്ലയൻറ്റ് അബ്രോഡ് ആയിരുന്നു. അവരുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ ഒപ്പീനിയൻ എടുത്തു. കോണ്ടംപററി കേരള ട്രഡീഷണൽ മിക്സ് ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ വേണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചത്. നമ്മൾ അതുപോലെ വർക്കൗട്ട് ചെയ്തു. അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റി. ഇപ്പം നിലവിൽ ആ വീടിൻ്റെ സ്ട്രക്ചർ സ്ലാബ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. അഡീഷണൽ ഫ്ലോർ ഏരിയ 556 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നേരത്തെ അവരുടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ പോർഷൻ ആയിരുന്നു. നമ്മളത് റൈറ്റിലേക്ക് ആഡ് ഓൺ ചെയ്തു, അഡീഷൻ ചെയ്തു, ഒരു വലിയ സിറ്റ് ഔട്ടാക്കി മാറ്റി. അവിടെ നിന്ന് നേരെ കയറുന്നത് ഒരു ഫോയറിലേക്കാണ്. നമുക്ക് ആദ്യം ഉള്ളതാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു ലിവിങ് ഉണ്ട്. അത് നമ്മളൊരു ബെഡ്റൂം സ്പേസ് ആയിരുന്നു. അത് നമ്മൾ ഈ ഒരു ഏരിയ, ഈ വാൾ ഡെമോളിഷ് ചെയ്തു, അതൊരു ചെറിയൊരു ലിവിങ് ആക്കി മാറ്റി. അവിടെ നേരെ വരുന്നത് ഈ ഒരു റൈറ്റ് സൈഡ് ബെഡ്റൂമാണ്. റൈറ്റ് സൈഡ് ബെഡ്റൂം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ ആയിരുന്നു. ഇത്ര മാത്രമുള്ള സ്പേസ് കുറഞ്ഞൊരു ഏരിയ ആയിരുന്നു ബെഡ്റൂം. നമ്മൾ ഈ വാൾ ഡെമോളിഷ് ചെയ്തു. ഈ ഒരു 120 സെൻറ്റിമീറ്ററും കൂടെ നമ്മൾ ഇതിലേക്ക് കൂട്ടിച്ചേർത്തു. ഇത് അവരുടെ ഒരു ബെഡ്റൂം ആയിരുന്നു. ഈ ഒരു വാള് ഇവിടെ ക്ലോസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം ആയിരുന്നു. ഈ വാള് നമ്മൾ ഡെമോളിഷ് ചെയ്തു. ഇത് അവരുടെ ഡൈനിങ് ഏരിയയാക്കി മാറ്റി. ഡൈനിങ് ഏരിയയിൽ നിന്ന് അഡീഷണൽ ആയിട്ട് നമ്മളൊരു വാഷ്റൂമും അതുപോലെ ഒരു ടോയ്ലറ്റും ചെയ്തു കൊടുത്തു. അവിടേക്ക് ലൈറ്റ് വരാൻ വേണ്ടി നമ്മൾ വലിയൊരു വിൻഡോ ഈ ഗ്യാപ്പിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. അതിൻ്റെ പുറകിൽ കോർട്ട്യാർഡ് സ്പേസ് ആണ് വരുന്നത്. പിന്നീട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ വരുന്ന ബെഡ്റൂം നമ്മൾ ഈ ഒരു വാള് ഡെമോളിഷ് ചെയ്തു. ഇത്ര ഏരിയ ഇതിലേക്ക് കൂട്ടിച്ചേർത്തതാണ്. ഇത്ര ഏരിയ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അതിലേക്ക് നമ്മൾ വലിയൊരു ഡ്രസ്സിങ് ചെയ്തു കൊടുത്തു, ഡ്രസ്സിങ് ഏരിയ ചെയ്തു കൊടുത്തു. അതിന് അറ്റാച്ച്ഡ് ആയിട്ട് നമ്മളൊരു ടോയ്ലറ്റും ചെയ്തു കൊടുത്തു. പിന്നീടാണ് ഈ വീടിൻ്റെ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വന്നൊരു ഏരിയയാണ് കിച്ചൺ. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഇത്ര മാത്രമായിരുന്നു അവരുടെ കിച്ചൺ ഉള്ളത്. നമ്മൾ ഈ വാൾ ഡെമോളിഷ് ചെയ്തു. അത് കഴിഞ്ഞ് റൂഫ് താഴ്ത്തിയിട്ടുള്ള ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നു. ആ വർക്ക് ഏരിയയും കിച്ചണിനെയും പാർട്ടീഷൻ ചെയ്യുന്ന ഈ വാള് നമ്മൾ ഡെമോളിഷ് ചെയ്തു. ഇത്രയും വലിയൊരു ഹ്യൂജ് കിച്ചണാക്കി മാറ്റി. മോഡുലാർ കിച്ചണായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ടായിരുന്നു. ആ വിൻഡോ നമ്മൾ ഡെമോളിഷ് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു നോർമൽ കിച്ചൺ വിൻഡോ കൊടുത്തു. ഇതിൻ്റെ ഫ്രിഡ്ജ് ഏരിയ ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ സിങ്ക് വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഹോബ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായൊരു മോഡുലാർ കിച്ചൺ സ്റ്റൈലിലേക്ക് ഈ വീടിൻ്റെ കിച്ചൺ മാറി എന്നുള്ളതാണ്.